നമസ്കാരം സർ. നമസ്കാരം. ബംഗാൾ, വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകൾ, അതായത് മമതാ ബാനർജിയുടെ കാലത്തൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, വല്ലാണ്ട് തകർന്നു പോയ സംസ്ഥാനമാണ്. അതിന് മുന്നേയും അത്തരത്തിലുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ വെസ്റ്റ് ബംഗാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, സാമ്പത്തികമായ പുരോഗതിയിലേക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അതിൻ്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ഭീകരവാദ ആക്രമണത്തിൻ്റെ പദ്ധതി ഒരുങ്ങുന്നത്. ജെയ്ഷെ മുഹമ്മദിൽ നിന്നുള്ള ഹമീം മൊണ്ടൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ജിമ്മിൽ നിന്ന് പിടികൂടപ്പെടുകയാണ്. അതും STFൻ്റെ കയ്യിലാണ് ഇയാൾ ചെന്ന് പെട്ടത്. എന്താണ് സാർ ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ലാതെ ബംഗാൾ വളരെ സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റാണ്. കാരണം ബംഗാളും ബംഗ്ലാദേശിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ കുടിയേറ്റക്കാരുടെ മറവിൽ വരുന്ന ഭീകരന്മാർക്ക് അവർക്കൊരു താവളം ഒരുക്കിയിരുന്നത് ബംഗാളാണ്. ഇവിടേക്ക് വന്ന 71 വളരെ വലിയ തോതിൽ കുടിയേറ്റക്കാർ ബംഗാളിലേക്ക് വന്നു. ബംഗ്ലാദേശിൽ നിന്ന് അവരൊക്കെ സ്ഥിരമായിട്ട് അവിടെ നിന്ന് താമസമായി. പിന്നെ ബംഗാളും ബംഗ്ലാദേശുള്ള അതിർത്തി തന്നെ എത്ര കിലോമീറ്റർ ഒന്നും അറിയാം. വളരെ ദീർഘമായൊരു അതിർത്തിയാണ് ബംഗ്ലാദേശായിട്ടുള്ളത്. പിന്നെ ചിക്കൻ നെക്ക്, സിലിഗുരിയുടെ നാഴി, ഇതൊക്കെ ചൈനയ്ക്ക് താല്പര്യമുള്ള സ്റ്റേറ്റാണ് ബംഗാൾ. ബംഗ്ലാദേശിന് താല്പര്യമുള്ള സ്ഥലമാണ്. അമേരിക്കയ്ക്ക് താല്പര്യമുള്ളതാണ്. പാകിസ്ഥാന് താല്പര്യമുള്ളതാണ്. ഈ രാജ്യങ്ങളെ വിവിധ രാജ്യങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധരായ ഒട്ടേറെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു സ്റ്റേറ്റാണ് ബംഗാൾ. അപ്പോൾ ഈ ബംഗാളിൽ പിന്നെ 71 ഈ അഭയാർത്ഥി പ്രവാഹമൊക്കെ ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത് പിന്നെ സിദ്ധാർത്ഥ ശങ്കർ റായ് ആയിരുന്നു. വലിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റായ്. പക്ഷേ ശക്തനായ ഭരണാധികാരിയോടെ സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അകൽച്ചയുണ്ടല്ലോ. ഒരു ശക്തിയുള്ള ഒരാൾ, ഒരു സൂര്യൻ മതി ഇന്ത്യയിൽ, അത് ഇന്ദിരാഗാന്ധിയാണെന്ന് ഇന്ദിരാഗാന്ധി നിർബന്ധമുണ്ട്. ഇവിടെ പിണറായിക്ക് തോന്നുന്നു വേറൊരു മാനസിക ഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് അത്ര നല്ല സുഖകരമായ ബന്ധമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്താകേണ്ടി വന്നത്. അത് കഴിഞ്ഞ ശേഷം ജ്യോതി ബസു വന്നപ്പോഴെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ അവിടെ നിന്ന് സ്ഥിരതാമസമായി. അപ്പോൾ ജ്യോതി ബാസു അവരൊരു സാധ്യത കണ്ടത്, ഇവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ, അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവർക്ക് പൗരത്വം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, വോട്ടവകാശം കൊടുത്തു കഴിഞ്ഞാൽ, അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് തൻ്റെ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ കഴിയുന്ന സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ് ജ്യോതി ബസു സ്വീകരിച്ചത്. പക്ഷേ അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അദ്ദേഹം അക്കോമഡേറ്റ് ചെയ്ത് ഒരു വോട്ട് ബാങ്കായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളെ, കുടിയേറ്റക്കാരെ അദ്ദേഹം ഉപയോഗിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സമയത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സിംഗൂരിലും അതുപോലെ തന്നെ നന്ദിഗ്രാമിലും ഈ കുടിയേറ്റക്കാർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏത് മതമൗലികവാദികളെ ആര് പ്രോത്സാഹിപ്പിക്കുന്നു, അവന് മതമൗലികവാദികൾ തന്നെ പണി കൊടുക്കും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് പിണറായി വിജയൻ, അല്ലേ? പിണറായി വിജയനെ ഇന്ന് കൈവിട്ടിരിക്കുന്ന മുസ്ലിം സമുദായമാണ്. കാരണം അദ്ദേഹത്തിനെ ആൻറ്റി മുസ്ലിമായിട്ടാണ് അവർ കാണുന്നത്. അത് പരിഹരിക്കാനാണ് അദ്ദേഹം CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM വന്ന് കേരളത്തിൽ എത്തിയിരിക്കുന്ന ഒരു ചെറുത്താനും കടലിനും ഇടയ്ക്കാണ്. അത് പോട്ടെ. ബംഗാളിലെ ഒരു പ്രശ്നം വെച്ചാൽ, അപ്പം അവരെ നന്നായിട്ട് പിന്നെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒരു വോട്ട് ബാങ്കായി കണ്ട് അവരുടെ പ്രഷറിന് വഴങ്ങാൻ ബുദ്ധദേവ് ഭട്ടാചാര്യ തയ്യാറായില്ല. അദ്ദേഹത്തിന് ബംഗാളിൻ്റെ വികസനമായിരുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനമൊന്നും അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അവരുടെ പ്രശ്നം അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളായിരുന്നു. അങ്ങനെയാണ് ആ ഗവൺമെൻറ്. അല്ലെങ്കിൽ നന്ദിഗ്രാമെന്നും സിംഗൂരെന്നൊക്കെ പറയുന്ന 2 ചെറിയ പ്രദേശങ്ങളല്ലേ, അവിടെ ഉണ്ടായൊരു ചെറിയ വെടിവയ്പ്പ് എന്തിനായി ബംഗാളിൽ മുഴുവനായിട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? കൂത്തുപറമ്പിൽ വെടിവയ്പ്പ് നടന്നു. കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് അത് അവിടുത്തെ ലോക്കൽ ഇഷ്യൂ അല്ലേ? അതിനർത്ഥം വളരെ കൃത്യമായി അതിൻ്റെ പിന്നിലെ ഒരു സ്റ്റേറ്റ് മാനേജ്ഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറ്റില്ല. മമതാ ബാനർജിക്ക് ബംഗ്ലാദേശിലെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. തെളിയിക്കപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മമതാ ബാനർജി അവിടെ വന്നത് ഭീകരവാദികളുടെ സഹായത്തോടെ തന്നെയാണ്. ജമാഅത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് മമതാ ബാനർജിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ. ജമാഅത്തെ പിന്നെ ബംഗ്ലാദേശിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് അവർ വന്നു എന്ന് മാത്രമല്ല, അവർക്ക് 2 കാര്യം അറിയാം. ഇവരുടെ സഹായം തേടി തൻ്റെ ഗവൺമെൻറ് നിലനിർത്തണമെങ്കിൽ ഇവരെ വെറുക്കുന്ന മുഴുവൻ ആളുകളെയും അടിച്ചമർത്തണം, അവരുടെ അവകാശങ്ങളെ ഹനിക്കണം. അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ശക്തമായി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത് ഹിന്ദുക്കൾക്കാണ്. അവിടെ RSSO BJP ദുർബലമായിരുന്നു. അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നോക്കാൻ ആരുമില്ല. CPM ഏതാണ്ട് അവരെ കൈവിട്ടു. CPM തന്നെ തകർന്നു പോയി. പിന്നെ അവരെ നിൽക്കാൻ
നിവൃത്തിയില്ലല്ലോ. അതെ. തന്നെ CPM-ന്റെ പ്രഖ്യാപിത നയം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം സംരക്ഷിക്കാനും അവർ ഇസ്ലാമിക് ടെററിസത്തിലൂടെയാണല്ലോ എന്നും ഈ CPM നിന്നിട്ടുള്ളത്. അതെ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു പ്രശ്നം വെച്ചാൽ മമത ഫോക്കസ് ചെയ്തത് ടെററിസ്റ്റുകളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായ ഭീകരന്മാരെ ഉപയോഗിച്ച് പൊതുസമൂഹത്തിനെ അടിച്ചമർത്തി അവർ ഭരണം നടത്തുക. അത് തകർന്നു പോയത് SIR വന്നപ്പോഴാണ്. ഇവൻ്റെ എല്ലാം വോട്ടവകാശം പോയി. ഏതാണ്ട് 1 കോടിക്കടുത്ത ആൾ 90 ലക്ഷം ആളുകളുടെ എല്ലാം വോട്ടവകാശം പോയി. നിഷ്കരണം ഗില്ലറ്റിൻ ചെയ്തു. അപ്പം ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളെ യാതൊരു കരുണയുമില്ല ദാക്ഷിണ്യമില്ലാതെ അടിച്ചമർത്തിയതോടുകൂടി ഇവരുടെ സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ബംഗാൾ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബംഗാൾ സംസ്കാരത്തെ നിലനിർത്തുന്ന ബംഗാളി ഭദ്രലോകമാണ്. അതെ. ജ്യോതിബാസുവിൻ്റെ സമയത്തൊക്കെ ബംഗാളി ഭദ്രലോകം വളരെ ശക്തമായിരുന്നു. ബുദ്ധദേവ ഭട്ടാചാര്യ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൽ മനം നൊന്ത ബംഗാളി ഭദ്രലോകം അവരെ കൈയൊഴിഞ്ഞു. കേരളത്തിലതാ കാണുന്നത്. സച്ചിദാനന്ദൻ പിന്നെ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിട്ട് മാറിയില്ലേ? ഇപ്പോൾ പിണറായി വിജയൻ്റെ ആരാ ഉള്ളത്? ഒന്ന് സുനിൽ പി ഇളയിടം, പിന്നെ KEN കുഞ്ഞഹമ്മദ്, പിന്നെ പോക്കർ, ഇവരൊക്കെയാണ് ഉള്ളത്. ഇവർക്കൊക്കെ എന്ത് അംഗീകാരമാണുള്ളത്? ഇവരെ ആരാ ഗൗരവമായിട്ട് എടുക്കുന്നത്? സുകുമാർ അഴീക്കോട് പറയുന്നത് പോലെ, പിന്നെ സുകുമാർ അഴീക്കോട് പറയുമ്പോൾ കുറച്ച് ജനങ്ങൾ കേൾക്കുമല്ലോ, ഇവർ പറയുന്ന ആരും കേൾക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരും കേൾക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ബംഗാളി ഭദ്രലോ ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ എന്ന് വൈരപ്പള്ളി പാടിയപ്പോൾ ജനങ്ങളത് ഏറ്റെടുത്തു. സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗം ആരാ കേൾക്കുന്നത്? എത്രയും നല്ല നമ്മുടെ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ പിന്നെ എഫക്റ്റിൻ്റെ 10,000-ലൊരംശം സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗത്തിനുണ്ടാക്കാൻ. പറയുന്നത് ചിലത് ബ്ലണ്ടറുമാണ്. പറയുന്ന പലതും ബ്ലണ്ടറാണ്. ചിലതല്ല ബ്ലണ്ടർ ഭംഗിയായ മലയാള ഭാഷയിൽ അവതരിപ്പിക്കുന്ന ആളാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ബംഗാളി ഭദ്രലോകം ദുർബലമായി. അതുകൂടെ മമതാ ബാനർജി തൻ്റെ സാധ്യതയായിട്ട് കാണുകയും അതുപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഈ SIR വന്നതും ബംഗ്ലാദേശിൽ നിന്ന് വന്ന താമസക്കാരന് ബംഗാൾ ഗവൺമെൻറ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയും മാത്രമല്ല അവൻ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അഭയാർത്ഥികളുടെ ഒഴുക്കായിരുന്നു. കള്ള പിന്നെ ആധാർ കാർഡാണ് കയ്യിലിരുന്നത്. അത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം സ്ഥലം വിട്ടുപോയി. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിലല്ലേ BJP അധികാരത്തിൽ. അതെന്താ സംഭവിച്ചത്? വളരെ സിമ്പിളാണ്. 92% വരെ വോട്ട് വർദ്ധിച്ചു. വോട്ട് ചെയ്യാതിരുന്ന വോട്ട് ചെയ്യാതിരുന്ന ബംഗാളിലെ ജനങ്ങൾ പോയി വോട്ട് ചെയ്തു. ഇനി മമതാ ബാനർജി ഒരു പഴയ കഥയാണ്. ഒരു കാരണവശാലും ഈ മമതാ ബാനർജിക്ക് വരാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു മമതാ ബാനർജി അല്ലായിരുന്നു, ഒരു മറുതാ ബാനർജിയായിരുന്നു. RG-കർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് പോലും ഈ ക്രൂരയായ സ്ത്രീക്ക് മനസ്സലിഞ്ഞില്ല. അവരൊരു രക്തരക്ഷസാണ്. അപ്പോൾ അങ്ങനെ ഒരു പിശാചിനിയുടെ ഭരണം അവിടെ അവസാനിപ്പിച്ചു. ബംഗാളുകാർ തന്നെ അവസാനിപ്പിച്ചു. ഈ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാളാണ്, ഇവിടുത്തെ ഹിന്ദുക്കളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നടത്തുന്ന ശ്രമം. വളരെ പരസ്യമായിട്ടാണ് ഈ 24 പർഗണിയിലൊക്കെ ഇയാൾ പ്രസംഗിച്ചത്. അപ്പോൾ അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് അവർ ഈ അവിടുത്തെ ഹിന്ദു ജനതയെ നേരിട്ടത് എന്നുള്ളതാണ്. അല്ല, അതിൻ്റെ കാര്യം എന്തറിയാം? ഇവർ ഹിന്ദുക്കളെ ഭയപ്പെടുത്തിയാണ് നിന്ന്. അതൊരു വേറൊരു വിഷയമാണ്. കാരണം ഹിന്ദുക്കളെ ഭയപ്പെടുന്ന വിധത്തിൽ ഹിന്ദുക്കളുടെ മൊറയിൽ നശിപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അതിൽ വലിയൊരു പങ്ക് മഹാത്മാഗാന്ധിക്കുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വേറെ വിഷയമായതുകൊണ്ട്. എനിക്ക് ഗാന്ധിയോടുള്ള ഒരു വിയോജിപ്പ് അതാണ്. നമുക്ക് മതേതരത്വം വേണം, പക്ഷേ ഒരു ജനതയെ ഡിമോറലൈസ് ചെയ്തുകൊണ്ട് നിഷ്ക്രിയമാക്കിക്കൊണ്ട് വന്ധ്യംകരിച്ചുകൊണ്ട് നടത്തുന്ന ഒന്നും മഹത്തല്ല എന്ന് ഇന്ത്യൻ ജനത ഇന്ന് തിരിച്ചറിഞ്ഞു. അതാണ് ഗാന്ധിസത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഹമീം മോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP ഇവിടെ വളരെ ശക്തമായ ഭരണം നടത്തി മുന്നോട്ട് പോകുന്നു. BSF-ന്റെ ഈ വേലികെട്ട് ആദ്യത്തെ നീക്കം തന്നെ അതായിരുന്നു. അത് ഭരണത്തിൽ വന്നുകൊണ്ട് സുവേന്ദു അധികാരി സർക്കാർ ഭരണത്തിൽ വന്നുകൊണ്ട് തന്നെ ആദ്യം തന്നെ BSF-ന് കിട്ടാതിരുന്ന ഈ പ്രദേശം ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 600 കിലോമീറ്റർ സ്ഥലം ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. വളരെ ശക്തമായ രീതിയിൽ ബംഗ്ലാദേശിൻ്റെ ബൗണ്ടറികൾ കെട്ടിത്തിരിച്ചു. ഭീകരവാദികളൊന്നും തന്നെ ഇങ്ങോട്ട് കയറാതിരിക്കാൻ. ഫലമോ ഇവിടുന്ന് പോയ ആൾക്കാർക്കൊന്നും തന്നെ തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അവിടുന്ന് പല ആക്രമണങ്ങളും അവർ നടത്തുന്നുണ്ട്. ഇവിടെ ഓരോ മൂവ്മെൻറ്റ് നടക്കുമ്പോഴും ശക്തമായ പ്രതികരണമാണ് ബംഗ്ലാദേശിലുണ്ടാകുന്നത്. അപ്പോൾ CJP പ്രൊട്ടസ്റ്റിന് അവർ ഭയങ്കര രീതിയിലുള്ള പിന്തുണയായിരുന്നു ബംഗ്ലാദേശിൽ കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ സുവേന്ദു അധികാരി സർക്കാർ ഓരോ നീക്കത്തിനും ഇവിടെ ഗോക്കളെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഹിന്ദുക്കളെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് പ്രക്ഷോഭം നടത്തിയത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ ഹമീം മോണ്ടൽ എന്ന് പറയുന്ന ആൾ ഈ ബുർദ്വാൻ മേഖലയിലെ ടൗണിലെ ഒരു ജിമ്മിൽ നിന്ന് ഇയാൾ പിടിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. എന്താണ് സാർ അതിൻ്റെ ബാക്കിയുള്ളൊരു? അല്ല, അതിന് സാധ്യത എന്തറിയാം? പുരുലിയയിൽ ആയുധം ഇറക്കിയത്
അറിയാമല്ലോ. അതെ അതെ അതെ. അമേരിക്കൻ സഹായത്തോടെ പുരുലിയയിൽ കൊണ്ടുവന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ആയുധമിറക്കി ആളുകളെ ആയുധസ്ഥരാക്കാൻ. നക്സലിസം എന്ന കൊലപാതകമല്ലേ? മനുഷ്യനെ കൊല്ലാൻ ഏറ്റവും നല്ല കാര്യം ബൂർഷ്വാസിയാന്ന് പറയുക, സാമ്രാജ്യവാദിയാന്ന് അവനെ കൊല്ലാം. അത് സ്റ്റാലിൻ്റെ കാലത്തെ ഉള്ളതാണ്. സ്റ്റാലിനെ എതിർക്കുന്നവനൊക്കെ ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, അവനെ കൊല്ലുകളെ. ആദ്യം കൊന്ന കുറേ പൊളിറ്റ് ബ്യൂറോക്കാരനെ തന്നെയാണ്. പൊളിറ്റ് ബ്യൂറോക്കാരനെ തന്നെയാണ്. ടി പി ചന്ദ്രശേഖരൻ എന്തിനാ കൊന്നത്? അയാൾ കോൺഗ്രസ് ആയിരുന്നു, കേരള കോൺഗ്രസ് ആയിരുന്നു, ലീഗായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതിൻ്റെ ഫലമാണ് ഞാൻ അവരുടെ അഴിമതി പിടിക്കപ്പെടുന്നത് വരെ, അവരുടെ അഴിമതി ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കാൻ പറ്റുള്ളൂ. അഴിമതി ചോദ്യം ചെയ്യപ്പെട്ടതാണ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ എല്ലാം ലക്ഷ്യം അവരാദ്യം ഫോക്കസ് ചെയ്യുന്നത്, സ്റ്റാലിൻ ഫോക്കസ് ചെയ്തത് റോസ ലക്സംബർഗ് അടക്കം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തന്നെയാണ്. പിണറായി വിജയൻ ഫോക്കസ് ചെയ്തത് ടി പി ചന്ദ്രശേഖരനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, ഈ സുവേന്ദു അധികാരി അവിടെ അധികാരത്തിലെത്തിയപ്പോൾ ഇപ്പോഴ് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബംഗാളിൻ്റെ സാഹചര്യം നമ്മൾ നോക്കണം. ബംഗാളിൽ നക്സലിസം ഉണ്ടായ സ്ഥലമാണ്. നക്സൽബാരി ബംഗാളിലെ ഒരു ഗ്രാമപ്രദേശം. നക്സൽബാരി ഞാൻ പോയിട്ടുണ്ട്. നക്സൽബാരി ഒരു പിന്നോക്ക ഗ്രാമപ്രദേശമാണ് ബംഗാളിൽ നക്സലിസം ഉണ്ടായത്. ചാരു മജുംദാറും കനു സന്യാലും ഉണ്ടായതും അവിടാണ്. അവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളല്ല, കൊല്ലണമെന്ന് പറഞ്ഞ കക്ഷികളാണ്. ആത്മഹത്യയാണ് ചെയ്തത്. അത് ഇവന്മാരെല്ലാം അതൊക്കെ തന്നെ ചെയ്യുമല്ലോ. ഇത് അല്ലെങ്കിൽ ഒന്നി പോലീസിൻ്റെ വെടിയേറ്റിയാവും, അല്ലെങ്കിൽ ആത്മഹത്യ. ഇന്ത്യയിൽ ഈ അക്രമമൊന്നും നടക്കില്ലല്ലോ. അപ്പം അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇറ്റില്ലത്തിലൊന്നാണ് പിന്നെ ബംഗാൾ. അതുപോലെ തന്നെ പിന്നെ ഇപ്പം സുവേന്ദു അധികാരി നേരിടുന്ന പ്രശ്നം തന്നെയാണ് ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചെയ്തിരുന്നത്. അവരെ അടിച്ചമർത്തിയ ആനന്ദമാർഗികളെ കൊന്നറിയതില്ലേ? ആനന്ദമാർഗികളെ പരസ്യമായി വെടിവെച്ച് കൊന്നിട്ട് കൽക്കട്ട തെരുവിലേക്ക് വലിച്ചെറിയായിരുന്നു. എന്നിട്ട് പറഞ്ഞ ആനന്ദമാർഗികളുടെ പാത സ്വീകരിക്കുന്നവനല്ല ഇതാ അനുഭവം. ആരാ പറഞ്ഞത്? ജ്യോതി ബസുവിൻ്റെ കാലത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ നമ്മൾ കാണുന്നത് വിദേശ ശക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഇന്ത്യയിലെ സംസ്ഥാനം, വളരെ നിർണായകമായ ഒരു സ്ട്രാറ്റജിക്ക് പോയിൽ നിൽക്കുന്ന അതിർത്തി സംസ്ഥാനം. ആ സംസ്ഥാനത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടക്കുന്നത്. അവർക്കിപ്പോൾ വധിക്കേണ്ടത് ആരെയാണ്? സുവേന്ദു അധികാരി ആരുടെ എതിരാണ്? പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എതിരാണ്. അപ്പോൾ കൊല്ലാനാണ്. ബംഗാളിൻ്റെ തനത് സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബംഗാളിൻ്റെ തനത് സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഈ സുവേന്ദു അധികാരി വന്നപ്പോൾ ജീവൻ വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അവരുടെ ഗണശക്തി ഇറക്കാൻ പറ്റി, അവരുടെ പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റി. ഇവിടുത്തെ ബേബി പറഞ്ഞാൽ പോയി യൂണിയൻ ആക്കാൻ പറയും അവർ സുവേന്ദു അധികാരി എതിർക്കണമെന്ന്. കാരണം അവർക്ക് പിന്നെ ആത്മാഭിമാനത്തോടെ മനസ്സമാധാനത്തോടെ ജീവഭയമില്ലാതെ ബംഗാളിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇറങ്ങി നടക്കാൻ കഴിഞ്ഞത് സുവേന്ദു അധികാരത്തിലെത്തിയുണ്ടായിരുന്നു. മമതയായിരുന്നെങ്കിൽ കൊന്നുകളയത്തില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ മമത പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടെ വന്ന് അവരെ രക്ഷിക്കണമെന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ അവരെ രക്ഷിക്കാൻ പോയാൽ അതുകൂടി അവരുടെ ഇടപാട് തീരും. അത് വേറൊരു കാര്യം. അപ്പോൾ സുവേന്ദു അധികാരിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഈ ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ ആവശ്യമാണ്. മാത്രമല്ല ബംഗാളിൻ്റെ ഭരണചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം കൊലപാതകങ്ങളിലൂടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരം പാരലായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നും കാണും. അതാണ് ബംഗാളിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സുവേന്ദു അധികാരി അവർ ഫോക്കസ് ചെയ്തു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ആശങ്കപ്പെടണം. പക്ഷേ അത്ഭുതമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊന്നിട്ടുണ്ടല്ലോ. ഹോമി ബാബായെ കൊന്ന എങ്ങനെയാണ്? ഹോമി ബാബായെ ഒറ്റ മനുഷ്യന് വേണ്ടിയാണ് ഒരു വിമാനം അമേരിക്ക തകർത്ത് കളഞ്ഞത്. ഒരു യാത്രാ വിമാനം തകർത്തത് ഹോമി ബാബായിനകത്ത് യാത്ര ചെയ്തുകൊണ്ടാണ്. വിക്രം സാരാഭായി കൊല്ലപ്പെട്ടത് നമ്മുടെ ഇവിടെ വെച്ചല്ലേ, പിന്നെ കോവളത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ITDC ഹോട്ടലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കോവളം കൊട്ടാരത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത് കൊല്ലാൻ ആളുകൾ ഇറങ്ങുന്നത് രാജ്യത്തിന് വികസനം കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും അവരെ കൊല്ലാൻ ആളുകൾ ഇറങ്ങും. അത് സ്വാഭാവികമാണ്. വളരെ നരേന്ദ്രമോദിയെ കൊല്ലാൻ അമേരിക്ക അയച്ച പിന്നെ ഭീകരനെ നമ്മൾ ബംഗ്ലാദേശിൽ തന്നെ വെച്ച് ഡാക്കയിൽ വെച്ച് തന്നെ അവനെ ഫിനിഷ് ചെയ്ത് തിരിച്ചയച്ചില്ലേ? ഏറ്റവും അധികം ഗൂഢാലോചന നടത്തുന്നത് നരേന്ദ്രമോദിയെ കൊല്ലാനാണ്. അവരുടെ കണ്ണിലെ കരടാണ് നരേന്ദ്രമോദി. ശക്തമായ സുരക്ഷ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്നു. ആ നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പരസ്യമായി പറയുന്ന വിഷജന്മങ്ങൾക്ക്, വൃത്തികെട്ട സാധനങ്ങൾക്ക് ഇന്ത്യയിലെ സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റുകയും ഇവർക്കൊക്കെ വന്ന് മീഡിയയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്താണ് ഇവിടെ പത്രസ്വാതന്ത്ര്യം ഇല്ല. അത് ആലോചിച്ച് നോക്കണം. ആ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ
പലർക്കും കൊല്ലാൻ പറ്റാത്തപ്പോൾ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുകയും കൊല്ലപ്പെടാത്തതിൽ നിരാശ രേഖപ്പെടുത്തി പോവുകയും ചെയ്യുമ്പോൾ കൃത്യമായി ഇസ്ലാമിക് ടെററിസ്റ്റുകൾ സുവേന്ദു അധികാരിയെ കൊല്ലാൻ ശ്രമിക്കും. സുവേന്ദു അധികാരിയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് കാര്യം തീരൂ. അതിനേക്കാൾ ശക്തനായ വേറൊരു ഭരണാധികാരി വരും, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ സുവേന്ദു അധികാരിയെ ഇല്ലാതാക്കിയാൽ അതുകൊണ്ടൊന്നും കാര്യം തീരാൻ പോകുന്നില്ല. എന്തായാലും ശരി, സുവേന്ദു അധികാരിയുടെ ജീവന് വെല്ലുവിളിയുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്ര പരസ്യമായി തൻ്റെ ജീവന് വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച മൗനമാണ് വളരെയധികം ആ മൗനം നമ്മൾ കാണണം. ഈ വൃത്തികെട്ട മാധ്യമങ്ങൾ സുവേന്ദു അധികാരിയെ കൊല്ലാനിറങ്ങിയ അധമന്മാരെക്കാൾ മോശമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പരസ്യമായിട്ടല്ലേ. കഴിഞ്ഞതിൻ്റെ അങ്ങേ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വലിയ കൂട്ടക്കൊലകൾ നടന്നപ്പോൾ 2021 ഇവിടുന്ന് ഏഷ്യാനെറ്റ് എന്ന മാധ്യമത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ബംഗാളിൽ നടക്കുന്ന അതിക്രമങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന മറുപടി, സംഘികൾ കൊല്ലപ്പെടുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ആക്രമണം നടന്നത് അവിടുത്തെ RSSകാരുടെയും BJPക്കാർക്കും നേരെയല്ല, അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെയാണ്. ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് പേരുടെ വീടുകളിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കപ്പെട്ടു. വളരെ ഭീകരമായൊരു അന്തരീക്ഷം അവിടെ നിലനിന്നു. അപ്പോഴാണ് ഒരു മാധ്യമത്തിൽ, കേരളത്തിൻ്റെ മാധ്യമത്തിനകത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട മാധ്യമമായ ഏഷ്യാനെറ്റിൽ ഇത് ഗതികേടെന്നാലും അല്ല. അത് ഞാൻ ഈ വേശ്യാനെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. വേശ്യ അവിടെ ശരീരം വയ്ക്കുന്നതിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയല്ലേ ഇവർ വാർത്ത വിൽക്കുന്നതും വാർത്തകൾ വളച്ചൊടിക്കുന്നതും പണത്തിന് വേണ്ടിയാണ്. അപ്പോൾ പണത്തിൻ്റെ ഒരു സ്ത്രീ ശരീരം വിൽക്കുന്ന പോലെയാണ് ഒരു മാധ്യമം പണത്തിന് വേണ്ടി വാർത്ത വിൽക്കുന്നതും നിലപാടുകൾ വിൽക്കുകയാണ്. അതാണ് കാര്യം. വാർത്ത മാത്രമല്ല, നിലപാടുകളെ വിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുവേന്ദു അധികാരി കൊല്ലപ്പെടുമെന്ന വാർത്ത മലയാളത്തിൽ വായിക്കാൻ പറ്റില്ല. പക്ഷേ പല മറ്റു മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരം കൊലപാതക രാഷ്ട്രീയം ഇന്ത്യയിൽ വളരാൻ അനുവദിച്ചാൽ നമ്മുടെ ജനാധിപത്യം ദുർബലമാകും എന്നുള്ളത് കൊണ്ട് തന്നെ സുവേന്ദു അധികാരിക്കെതിരെ നടക്കുന്ന വധശ്രമം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.